ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ യൂട്യൂബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പഴയ യൂട്യൂബർ ആയിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം ചാനൽ ഐക്കൺ എന്നുള്ളതാണ്. ചാനൽ ഐക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ അതെങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ചാനൽ ബാർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ തന്നെ ചാനൽ ഡിസ്കഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം. ചാനൽ ഡിസ്കഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് ഫ്യൂച്ചേർഡ് ചാനലാണ്. അതായത് ഇപ്പോൾ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹോം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ ബ്രാൻഡിങ് നൽകിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരു പഴയ യൂട്യൂബറാണ് എന്നുണ്ടെങ്കിലും പുതിയ യൂട്യൂബറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അതിലാകും ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം നമുക്ക് സെർച്ചിൽ പോയിട്ട് എന്ത് ചെയ്യണം, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് കാണാം യൂട്യൂബ് studio.youtube.com എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്നത് ഡാഷ്ബോർഡാണ്. രണ്ടാമതായിട്ട് കാണുന്ന വീഡിയോസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും താഴ്ന്ന് രണ്ടാമതായിട്ട് കാണുന്ന അത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലാസ്റ്റിന് രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത സമയത്ത് ഫസ്റ്റ് നമുക്കിവിടെ ലേഔട്ട് എന്ന് കാണാം, ബ്രാൻഡിങ് എന്ന് കാണാം, അതുപോലെ തന്നെ ബേസിക് ഇൻഫോ എന്ന് കാണാം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ ലേഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ്. ഈ ലേഔട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് താഴെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ 2 വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആഡ് എ വീഡിയോ ടു ദ ടോപ്പ് ഓഫ് യുവർ ചാനൽ ഹോം പേജ്. അതായത് നിങ്ങളുടെ ഹോം പേജിൽ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകളൊക്കെ കിട്ടിയില്ല അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണ്, 2 തരത്തിൽ ആഡ് ചെയ്യാം. അതായത് ഒന്നാമത് പറയുന്നത് ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവ്ന്റ് സബ്സ്ക്രൈബ്ഡ്. അതായത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളുടെ ചാനൽ നോക്കുന്നത് എങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ അല്ലെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഞാൻ ആഡ് ചെയ്തത് കൊണ്ട് എനിക്കിവിടെ ആഡ് ചെയ്യുന്നത് കാണുന്നില്ല. രണ്ടാമതായിട്ട് കാണുന്നത് ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിങ് സബ്സ്ക്രൈബേഴ്സ്. അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാവുന്ന വീഡിയോ ഇതായിരിക്കും രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുള്ള വീഡിയോ. പിന്നെ പറയാനുള്ളത് ഫീച്ചേർഡ് സെക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പോപ്പുലർ വീഡിയോസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കൊടുക്കാൻ സാധിക്കും. അവിടെ അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഏറ്റവും താഴെയായിട്ട് കാണാം ഫീച്ചേർഡ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങളുടെ ഞാനിവിടെ നൽകിയിട്ടുള്ള ഫീച്ചേർഡ് ചാനൽ കണ്ടില്ലേ, മൈ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ചാനൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹോം പേജിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാനിവിടെ ഫീച്ചർ ചാനൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ അപ്ലോഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ താഴെ സിംഗിൾ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ താഴെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊരു പ്ലേലിസ്റ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജ് നല്ലൊരു കളർഫുള്ളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ ഞാൻ ലേ ഔട്ട് കഴിഞ്ഞു. ഇനി ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കിവിടെ നിങ്ങൾ പ്രൊഫൈൽ ചെയ്ത് പിക്ചർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഇപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്, റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഐക്കൺ എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ബാനർ ഇമേജ് എന്ന് കാണാൻ സാധിക്കും. ബാനർ ഇമേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ ബാനർ അല്ലെങ്കിൽ ചാനൽ ബാനർ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി എൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കാണുന്നതാണ് വീഡിയോ വാട്ടർമാർക്ക് എന്നുള്ളത്. വീഡിയോ വാട്ടർമാർക്ക് നമുക്ക് 2 സ്ഥലങ്ങളായിട്ട് കൊടുക്കാൻ സാധിക്കും. അതായത് എൻഡ് ഓഫ് ദ വീഡിയോ, അതായത് വീഡിയോ അവസാനിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കസ്റ്റം സ്റ്റാർട്ട് ടൈം, വീഡിയോ തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ എൻ്റയർ വീഡിയോ അവസാനിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർമാർക്ക് നൽകാനായിട്ട് സാധിക്കും. വാട്ടർമാർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു വാട്ടർമാർക്കാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട് ഇവിടെ അല്ലേ. ആ ഫോട്ടോയിൽ തൊട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയും അതുപോലെ സബ്സ്ക്രൈബ് കൂടാൻ ചാൻസ് കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വീഡിയോ വാട്ടർമാർക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മുകളിൽ ലേ ഔട്ട് കഴിഞ്ഞു, ബ്രാൻഡിങ് കഴിഞ്ഞു. ഇനിയുള്ളത് ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ബേസിക് ഇൻഫോ എന്ന ഭാഗത്ത് പറയാനുള്ളത് ഇവിടെയാണ് കുറച്ചുപാട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതായത് ചാനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇവിടെ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഹലോ ഫ്രണ്ട്സ്, ഐ ആം നവീദ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫോർ വാച്ചിങ് അമേസിംഗ് ടെക് വീഡിയോസ്, ഏർണിംഗ് ടിപ്സ്, റിവ്യൂസ് ആൻഡ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ആഡ് ലിങ്ക്സ് ടു സൈറ്റ് യു വാണ്ട് ടു ഷെയർ വിത്ത് യുവർ വ്യൂവേഴ്സ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ID അവിടെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേറെ ഇമെയിൽ ID ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇമെയിലിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അതുവഴിയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ആഡ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 5ഓളം ലിങ്കുകൾ നമുക്കിവിടെ നൽകാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്, ഇമെയിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഞാൻ കൊടുത്തിട്ടുള്ളത് വാട്സപ്പ് ലിങ്കാണ്. വാട്സപ്പ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ള ഒരു വീഡിയോ തന്നെയാണ് അത്. അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ആകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗുഡ് ബൈ.